ഇതിനകത്തുണ്ടായ ഒരു പരാമർശം പറയുന്നത്, അതായത് സംസ്ഥാനത്ത് 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ തുറന്നെഴുത്തുള്ളത്. അത് ഒരുപക്ഷെ വിവാദമായേക്കാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ഞാൻ എഴുതിയതല്ല അത്. അപ്പോൾ എഴുതുന്നവർക്ക് കുറച്ച് ബുദ്ധിയുണ്ടെന്ന് കണക്കായിക്കോ. ഈ മാനിക്കുലേറ്റ് ചെയ്യുന്നവർ ബുദ്ധിയില്ലാത്ത വിഡ്ഢികളാണ് ധരിക്കരുത്. അവർക്കൊരു ഉദ്ദേശമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വാക്കുകളും ഒക്കെ ചേർത്തുകൊണ്ടായിരിക്കും എന്നാണ് എൻ്റെ നിഗമനം. അല്ല, പാർട്ടിക്കുള്ള ഗൂഢാലോചന അത് ഞാൻ പറഞ്ഞില്ലല്ലോ. പാർട്ടിക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് ഇങ്ങനെ ചില കാര്യങ്ങൾ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കണം. ഞാനിപ്പോൾ പറയണത് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ അധികാരപ്പെടുത്താത്ത ഒരു കാര്യം, ഞാൻ പ്രസാധകനായിട്ടുള്ള, ഞാൻ എഴുതിയിട്ടുള്ളൊരു പുസ്തകം പ്രകാശനം ചെയ്യുന്നത് പോലും ഞാൻ അറിയില്ല എന്ന് പറഞ്ഞാലോ? അതല്ലേ ഗുരുതരമായ തെറ്റ്. ആ ഗുരുതരമായ തെറ്റുണ്ടായതിനെക്കുറിച്ചല്ലേ ആലോചിക്കേണ്ടത്. ആ ഗുരുതരമായ തെറ്റ് ചെയ്യാൻ ഒരു ഇലക്ഷൻ ദിവസം കണ്ടെത്തി, അതിനനുസരിച്ച് വാർത്തകൾ ഉണ്ടാക്കി, അതിനനുസരിച്ച് പുസ്തകത്തിൻ്റെ പേജുകൾ ഉണ്ടാക്കി അങ്ങ് പ്രഖ്യാപിക്കില്ലേ? അപ്പോൾ അത് സംബന്ധിച്ചിട്ടാണ് സമഗ്രമായ അന്വേഷണം വേണം എന്ന് ഞാൻ പറയുന്നത്. എന്തായാലും DC ബുക്സിനെയും സംശയത്തിൻ്റെ മുകളിൽ നിർത്തേണ്ടതുണ്ട് അല്ലേ? അല്ല, എനിക്കിപ്പോൾ അവരെ സംശയം മാത്രമല്ല, ഏറ്റവും വലിയ ക്രിമിനൽ കുറ്റമാണ് ചെയ്തത്. എന്നെ മാറ്റിയെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾ സൃഷ്ടിക്കുന്നതല്ലേ ഇതെല്ലാം, നിങ്ങൾ സൃഷ്ടിക്കുന്നതല്ലേ. ഞാനിപ്പോൾ കൺവീനർ അല്ലാന്നല്ലേ ശരി, എന്നെ മാറ്റിയതാന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? ഇല്ല, ഒഴിവാകലും മാറ്റലും ഒരുപോലെയാണോ? ഒരു വിവാദവും ഇല്ല. അങ്ങനെ ഒരു വിവാദങ്ങളും പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ല. പ്രയാസം ഉണ്ടാകേണ്ടത് വിവാദം വേണ്ടേ കുട്ടി? ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാർ ഒരു ഗവൺമെൻറ്റിൻ്റെ തുടർച്ചയാണ്. മെച്ചപ്പെട്ട ഭരണം കാഴ്ചവെക്കുകയാണ്. ഞാനത് എല്ലാ സമയത്തും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതെല്ലാം എഴുതി പിടിപ്പിക്കുന്ന ഒരു ദുരുദ്ദേശപരമാണ്. അങ്ങനെ എഴുതി പിടിപ്പിച്ചത് എൻ്റെ പേരിൽ എഴുതി പിടിപ്പിച്ച് തയ്യാറാക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയാണിത്. അതാണ് പരിശോധിച്ച് കണ്ടെത്തേണ്ടത്. ശരി. ഇ.പി. ജയരാജൻ ആവർത്തിക്കുന്നു, അങ്ങനെ ഒരു ആത്മകഥയില്ല, ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല, ഞാനൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, DC ഏൽപ്പിച്ചിട്ടില്ല. ഇ.പി. ജയരാജൻ അദ്ദേഹത്തിന് ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളത്, പൂർത്തിയായിട്ടില്ല. 200 പേജുള്ള ആത്മകഥയാണ്, പക്ഷേ അത് പൂർത്തിയായിട്ടില്ല. ഏറ്റവും കൂടുതലൊരു DC എന്ന ക്രിമിനൽ കുറ്റമാണ്, ഗൂഢാലോചനയാണ് എന്നൊക്കെയുള്ള പതിവ് വാദങ്ങൾ ആവർത്തിക്കുന്നു ഇ.പി. ജയരാജൻ. പക്ഷേ അപ്പോഴും DC ബുക്സിനെ പോലെ കേരളത്തിൽ കാലാകാലങ്ങളായി പ്രസാധക രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന ഒരുപാട് മഹാരഥന്മാരുടെ ആത്മകഥ എഴുതി പ്രസിദ്ധീകരിച്ച DC ബുക്സ് പോലെ ഒരു വലിയ സ്ഥാപനം, ഇ.പി. ജയരാജനെ പോലെ CPM-ൻ്റെ ഏറ്റവും മുതിർന്ന, ഏറ്റവും ടോപ്പ് 10 നേതാക്കളിൽ ഒരാളുടെ ആത്മകഥ 172 പേജോളം സ്വന്തമായി എഴുതി ഒന്നും ചോദിക്കാതെ പ്രസിദ്ധീകരിക്കുമോ എന്ന ഒരു ബിഗ് ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ DC-യുടെ ചരിത്രം അറിയാവുന്നവർക്ക് DC അങ്ങനെ ചെയ്യില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. പക്ഷേ ഇ.പി. ജയരാജൻ പറയുന്നത് അങ്ങനല്ല. ഇ.പി. ജയരാജൻ പറയുന്നത് അങ്ങനെയേ ഇല്ല. ഇങ്ങനെ ഈ പറയുന്ന ആത്മകഥയിൽ ഒറ്റ പേപ്പർ പോലും അദ്ദേഹത്തിൻ്റെതായില്ല, അദ്ദേഹത്തിൻ്റെ വേറെയാണ്, അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഇങ്ങനെയല്ല എന്നൊക്കെ ഇ.പി. ജയരാജൻ ആവർത്തിക്കുകയാണ്. ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് എന്താണ് ആ സീരീസിൽ കുട്ടികൾ ചോദിച്ച പോലെ ഈ രാജ്യത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ ഇ.പി. ജയരാജൻ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഗൂഢാലോചനയാണ്. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത് പുറത്തേക്ക് വരുന്നതിൽ അത് വലിയ ഗൂഢാലോചനയുണ്ട് എന്ന് ഇ.പി. ജയരാജൻ സംശയിക്കുകയാണ്. ആ ഗൂഢാലോചനയുടെ പർവ്യൂവിലേക്ക് 24-നെയും കയറ്റി നിർത്തുന്നു ഇ.പി. ജയരാജൻ. അത് സ്വാഭാവികമാണ്. നമ്മളാണ് ആ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത്. സ്വാഭാവികമായും ഇ.പി. ജയരാജൻ അത് പറഞ്ഞേ മതിയാവുകയുള്ളൂ. പക്ഷേ അതുകൊണ്ട് ഇ.പി. ജയരാജൻ്റെ ആ നിരാകരണം കൊണ്ട് ആ കാര്യങ്ങൾ അവിടെ നിൽക്കും എന്ന് കരുതാൻ വയ്യ. DC ബുക്സിനെതിരെ അത്ര രൂക്ഷമായ പരാമർശങ്ങൾ നടന്ന ഇ.പി. ജയരാജൻ മാത്രമേ ഉള്ളൂ. പാർട്ടി സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനടക്കം DC ബുക്സിനെതിരെ നേർക്കുനേറൊന്നും പറഞ്ഞില്ല. ഇ.പി. ജയരാജനെ പൂർണ്ണമായി മുഖവിലക്കെടുക്കുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ. അരുൺ പൂപ്പറമ്പ ചേരുന്നു. അരുൺ, നമ്മുടെ സംശയം DC ബുക്സ് ഒഫീഷ്യലി അവരുടെ പേജിൽ ഇ.പി. ജയരാജനെ ടാഗ് ചെയ്തിട്ട DC ബുക്സ് പോലെ കാലാകാലങ്ങളിൽ പ്രസാധക പാരമ്പര്യമുള്ള ഒരു കമ്പനി ഇ.പി. ജയരാജനെ പോലൊരു മുതിർന്ന നേതാവിൻ്റെ ആത്മകഥ രായ്ക്ക് രാമാനം തനിയെ കുത്തിയിരുന്ന് എഴുതി 172 പേജുകൾ പ്രസിദ്ധീകരിക്കാൻ അത് പ്രസ്സിലേക്ക് കൊടുക്കും എന്ന് ഇ.പി. ജയരാജൻ വിശ്വസിക്കുന്നു എന്നാണോ അരുൺ? അഷ്മി, അത് നമ്മൾ ഇ.പി. ജയരാജനോട് തന്നെ ചോദിച്ചിരുന്നു. കാരണം ഇന്നലെയാണ് ഈ DC ബുക്സിൻ്റെ
ഒഫീഷ്യൽ ഫേസ്ബുക്ക് അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി തന്നെ അറിയിപ്പുണ്ട്. പക്ഷേ ഇത് EP ജയരാജൻ കണ്ടില്ല, അതാരും ശ്രദ്ധയിൽപ്പെടുത്തിയില്ല. ഇന്ന് രാവിലെ മാധ്യമങ്ങളിലൂടെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ കാര്യങ്ങൾ, ഇത്തരം പുസ്തകം തൻ്റെ പേരിൽ ഇത്തരത്തിൽ പുസ്തകത്തിലെ പരാമർശങ്ങൾ വാർത്തയായി വന്നതിന് പിന്നാലെയാണ് താൻ അറിഞ്ഞത് എന്നതാണ് EP ജയരാജൻ അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയത്. ഇതിൽ DC ബുക്സിനെ പൂർണ്ണമായും ഒരു കുറ്റപ്പെടുത്തിയാണ് EP ജയരാജൻ്റെ പ്രതികരണം ഉണ്ടായത്. ഒരു ക്രിമിനൽ കുറ്റമാണ് DC ബുക്സ് നടത്തിയത്. അതിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അതിൽ ആ ഗൂഢാലോചന അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് താൻ പരാതി നൽകിയിട്ടുള്ളത്. അതായത് ഇത്രയും പേജുള്ള ഈ പുസ്തകം താൻ ഏൽപ്പിക്കുകയോ താൻ എഴുതാത്ത ഭാഗങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്, താൻ അത്തരത്തിൽ DC ബുക്സിനെ ഏൽപ്പിച്ചിട്ടില്ല എന്ന EP ജയരാജൻ ആവർത്തിച്ച പ്രതികരണം തന്നെയാണ് നടത്തുന്നത്. അതിനു പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന കൃത്യമായി അന്വേഷിക്കണം എന്നതാണ് പറയുന്നത്. പോലീസിൻ്റെ അന്വേഷണം നടക്കണം. അതോടൊപ്പം തന്നെ സ്വാഭാവികമായും പാർട്ടിയും ഇതിലൊരു പരിശോധന നടത്തുമെന്ന പ്രതീക്ഷ EP ജയരാജൻ പങ്കുവെക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ പാർട്ടി ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നതിന് വേണ്ടി പാർട്ടി തലത്തിൽ സംഘടനാ തലത്തിൽ ഒരു പരിശോധന നടത്തും എന്ന പ്രതീക്ഷയാണ് EP ജയരാജൻ പങ്കുവെക്കുകയും ജയരാജൻ ഗൂഢാലോചനയാണെന്നും എന്തായാലും അത് ഗൂഢാലോചനയാണെന്നും അങ്ങനെ ഒരു പുസ്തകമേ ഇല്ല നിലപാട് ഉറച്ചു നിൽക്കുന്നു EP. ഉറപ്പായും സ്വാഭാവികമായും DC അറിയുന്നവർക്കറിയാം, അല്ലെങ്കിൽ ആത്മഹത്യ അതിൻ്റെ പ്രൊസീജിയർ ഒരു കരാറും ധാരണയും ഉടമ്പടിയും ഒക്കെ ഉറപ്പായും ഉണ്ടാകും. ആ ധൈര്യത്തിലാണ് DC ബുക്സ് ഇന്നും ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ കണ്ടന്റ് വ്യക്തമാകുമെന്ന് അവർ കോൺഫിഡൻസോടെ പറയുന്നത് ഈ കരാറിൻ്റെ അടക്കം പശ്ചാത്തലത്തിലാണ്. ഇപ്പോൾ DC-യുടെ ക്രെഡിബിലിറ്റിയെ CPM-ൻ്റെ ഒരു മുതിർന്ന നേതാവ് ചോദ്യം ചെയ്യുമ്പോൾ അത് പുറത്തുവിടാൻ DC ഉറപ്പായും നിർബന്ധിതമാവുകയും ചെയ്യും. നമുക്ക് കാത്തിരുന്നാണ്. എന്തായാലും ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത, EP ജയരാജൻ നാളെ പാലക്കാട് പ്രചരണത്തിനായി എത്തും എന്നുള്ളതാണ്. അദ്ദേഹം സരിന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുമെന്നുള്ളതാണ്. അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ പാലക്കാട്ട് LDF സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചർച്ച ചെയ്യണം. തലേദിവസം വരെ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷയിലായിരുന്നു സരിൻ. അത് നടക്കാതായപ്പോൾ ഇരട്ടി വെളുക്കുമ്പോൾ മറുകണ്ഠം ചാടിയത് ശത്രുപാളയത്തിലെ വിള്ളൽ മുതലെടുക്കണമെന്ന് നേര്. എന്നാൽ വയ്യാവയിലെ സന്ദർഭങ്ങൾ നിരവധിയാണ് എന്ന ആത്മഹത്യയിൽ എഴുതിയ EP ജയരാജൻ അതിൻ്റെ കണ്ടന്റ് പുറത്തേക്ക് വരുമ്പോൾ നാളെ സരിന് വേണ്ടി വോട്ടഭ്യർത്ഥിക്കാൻ പാലക്കാടാണ്. അതിൻ്റെ അടക്കം വിശദാംശങ്ങളുണ്ട്. ഇടവേളയ്ക്ക്